വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ പോലെ. അത് പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ ഒരാളെത്തി. ആര്? ആണല്ലോ. ഇന്ന് എന്ത് പറ്റി? നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കിടക്കുന്ന വണ്ടി വെക്കോ. ഇതിപ്പോ എനിക്ക് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. പിന്നെ സർ, ഇയാളത് വന്ന് എടുത്താൽ മതി. ശരി സർ. കാറുമായിട്ട് എവിടേക്ക് വരണമെന്ന് ഞാൻ വിളിച്ചു പറയാം. ശരി സർ. എന്നാ പിന്നെ പോകണ. എങ്ങനെ പോകുന്നത് കാണാ ജീവിതമൊക്കെ? ജീവിതമൊന്നും കുഴപ്പമില്ലടാ. നീ എന്തെങ്കിലും മുങ്ങി നടക്കുന്നേ? മഹാലക്ഷ്മിക്ക് നിന്നെ കാണുന്ന വലിയ ആഗ്രഹമുണ്ട്. നീ ഇതുവരെ അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. നിന്റെ വീട്ടിൽ വന്നപ്പോ നീ അയാളെ കാണാതെ ഓടിച്ചോടുകയും ചെയ്തു. ഞാൻ ഓടി ഒളിച്ചൊന്നുമല്ല, എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നപ്പോ ഞാൻ പോയതാ. ഏത് വഴിയാ നീ പോയെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നും പറയണ്ട. മഹാലക്ഷ്മി ഞാൻ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നീ അവളെ കാണാതെ നടക്കും. നാളെ മഞ്ജുവിനെ കെട്ടിക്കൊണ്ട് പോകണ്ടനാ നീ. ഇങ്ങനെ മാറി നടന്നത് ശരിയല്ല കേട്ടോ. എന്റെ ഭാര്യ വെറുക്കുന്നവരോട് എനിക്കത്ര വലിയ മമത സ്നേഹമൊന്നുമില്ല. എന്താ കണ്ണ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വന്നോളാം. എന്നാ പിന്നെ കാർ റെഡി ആവണമെങ്കിൽ നീ അതുകൊണ്ട് വീട്ടിലേക്ക് വന്നേ. എന്താ അങ്ങനെ ആയിക്കൂടെ? നമുക്ക് നോക്കാം കണ്ണ. എന്നാ പിന്നെ കണ്ണം വിട്ടോ. ശരി, ഓക്കെ. അവന് കമ്പനിയിൽ നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. എങ്കിലും റെന്റ് കാറിന്റെ പരിപാടി ഉണ്ടല്ലോ. ആർക്കോ കൊടുക്കാനായിട്ട് എവിടുന്നോ എടുത്തോണ്ടെന്ന കാറാ. വഴിയിൽ വെച്ച് എന്നെ കണ്ടതുകൊണ്ട് അതിൽ എന്നെ കയറ്റി വിടുമായിരുന്നു. അപ്പോ ഭർത്താവ് പറഞ്ഞു ആ സമയത്ത് എന്റെ മേഘനായിരുന്നു അതിനകത്ത്. അതെ, രാത്രിയിൽ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. അതുകൊള്ളാം. ഞാൻ കഴിച്ചോളാം എന്നോട് പറഞ്ഞാണല്ലോ. ഓ, അവൾക്ക് നീ വന്നാലേ എന്തെങ്കിലും ഇറങ്ങത്തുള്ളൂ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ശരി ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇനി ഇത്തിരി ഭക്ഷണം പോലും ഈ ശരീരത്തിലേക്ക് പോവില്ല. എങ്കിലും കൂട്ടിരിക്കാം. താൻ ഭക്ഷണം എടുത്തു വെക്കാം. നീ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ നിന്റെ മനസ്സിനകത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും. അത് ഞങ്ങൾക്ക് അറിയാവടി. അതൊക്കെ എനിക്ക് എന്റെ കണ്ണേട്ടനെ ബോധിപ്പിച്ചാ മതി. മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഓ, ഇപ്പൊ പാല് മുളച്ചു തുടങ്ങിയല്ലോ.